സഞ്ജിത്തിൻ്റെ സംശയം ഏതൊക്കെ ഷോട്ടുകൾക്ക് ഏതൊക്കെ ലെൻസുകൾ ഉപയോഗിക്കും എന്നുള്ളതാണ്. റെഡ് തുടങ്ങിയ പുതിയ ഡിജിറ്റൽ ഫോർമാറ്റുകളിൽ ലെൻസുകൾക്ക് വ്യത്യാസമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ക്യാമറകളിൽ സിനിമയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആരി ക്യാമറയിൽ ഉപയോഗിക്കുന്ന അതേ ലെൻസുകൾ ഉപയോഗിക്കാവുന്ന ഒരവസ്ഥ വന്നതുകൊണ്ടാണ് ഡിജിറ്റൽ ക്യാമറകൾ ഇപ്പോൾ വളരെ പോപ്പുലറായിരിക്കുന്നത്. ലെൻസിൻ്റെ വൈവിധ്യമാർന്ന ലോകത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തരാൻ ആനന്ദ് സിനി സർവീസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ തരുൺ കുമാർ സർ നമ്മളുടെ കൂടെയുണ്ട്. വെൽക്കം സർ. നമസ്കാരം. This is the ultra prime lens made from Zeiss specifically for ARRI. Carl Zeiss is a very famous lens maker in the world. They are based in Germany and they are one of the most popular lens makers. This brand of ultra prime lenses is the most popular in cinema range of lenses because they have the widest range from 8 millimeter, which will give a very wide perspective, to 180 millimeter, which will give a very close up, which will be from the widest panoramic view to the close up, most close up thing. The full range is available only in ultra primes, and it's a very easy to use lens with a 1.9 T stop, lightweight and uniform diameter, and an excellent quality of glass. And we can use this lens in digital cameras also? Yes, any digital camera which has got a PL mount like this can be used with these lenses. So once you put it on the camera, mount it on the camera and lock it, it locks up. That's why it's called PL. Whichever camera has got this mount can carry these lenses. And what is the expansion of PL? Positive lock. പോസിറ്റീവ് ലോക്ക്. ഇത് അൾട്രാ പ്രൈം ലെൻസാണ്. അൾട്രാ പ്രൈം ലെൻസസ് ആണ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് സിനിമയിൽ. ആരി 3 ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ലെൻസെങ്കിലും ഇതിൽ ഈ പോസിറ്റീവ് ലോക്ക് എന്ന് പറയുന്ന സിസ്റ്റമുള്ള ഏത് ഡിജിറ്റൽ ക്യാമറയിലും റെഡ് ആയാലും മറ്റേത് ഡിജിറ്റൽ ക്യാമറയാണെങ്കിലും അതിൽ നമുക്ക് ഈ ലെൻസ് ഉപയോഗിക്കാൻ പറ്റും. ഈ ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഈ ലെൻസിലൂടെ കിട്ടുന്ന ക്വാളിറ്റി ഡിജിറ്റൽ ക്യാമറയ്ക്കായാലും ആരി ക്യാമറയ്ക്കായാലും ഒരുപോലെ തന്നെ ലഭിക്കുന്നതാണ്. ഈ ലെൻസ്, ഈ പർട്ടിക്കുലർ ലെൻസ് 16 mm ആണ്. 8 mm തൊട്ട് 180 mm വരെ ഉള്ള റേഞ്ചിൽ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസുകൾ അൾട്രാ പ്രൈമിൽ അവൈലബിൾ ആണ്. 8 mm എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വൈഡായിട്ടുള്ള ഷോട്ടുകൾ എടുക്കാൻ, വളരെ വൈഡ് ഷോട്ടുകൾ, ഫിഷ് ഐ എന്നൊക്കെ പണ്ട് പറയും അല്ലേ, ഫിഷ് ഐ എന്ന് പറയുന്ന പോലെ വളരെ വൈഡായിട്ടുള്ള റേഞ്ചിലുള്ള ഷോട്ടുകൾ എടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. 8 mm, 16 mm, 24 mm അങ്ങനെ പല റേഞ്ചിലുണ്ട്. ഇറ്റ് ഈസ് 8 mm, 10 mm, 12 mm, 14, 16, 18, 20, 24, 28, 32, 40, 50, 65, 85, 100, 150, 135, 180. 180 എന്നൊക്കെ പറയുമ്പോൾ വളരെ ടൈറ്റ് റേഞ്ചിലുള്ള ഷോട്ടുകൾ എടുക്കാനാണ് ഉപയോഗിക്കുക. സാധാരണഗതിയിൽ 8 mm ലെൻസൊക്കെ ഇപ്പോൾ ഒരു വലിയ വാർഫീൽഡ് അല്ലെങ്കിൽ ഒരു വലിയ ലാൻഡ്സ്കേപ്പ് ഫുൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 mm ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ലാൻഡ്സ്കേപ്സ് കിട്ടും. പക്ഷേ സിനിമയിൽ ഇത് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിക്കുന്ന സിനിമാറ്റോഗ്രാഫറുടെയും ഡയറക്ടറുടെയും സെൻസിബിലിറ്റി അനുസരിച്ചാണ് ഉപയോഗിക്കുക. ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ഈ കൈയൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് വരുന്ന ചില ആക്ഷൻ സിനിമകളിൽ ഒരു കിക്കൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ക്യാമറയുടെ തൊട്ടടുത്തേക്കൊക്കെ വരുന്ന പോലെ ഫീൽ ചെയ്യുന്നതൊക്കെ ഈ വൈഡ് ലെൻസ് ഇട്ടിട്ടാണ് അവർ ഷൂട്ട് ചെയ്യാറ്. പല ഉദ്ദേശങ്ങൾക്ക് പല രീതിയിലാണ് ഈ ലെൻസുകൾ യൂസ് ചെയ്യപ്പെടാറ്. പക്ഷേ സാധാരണഗതിയിൽ ലാൻഡ്സ്കേപ്പുകളും അങ്ങനെയുള്ള വൈഡായിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ലെൻസുകൾ ഉപയോഗിക്കുക. വെയിറ്റ് കുറവാണ്. അപ്പോൾ ക്യാമറയിൽ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ കുറേ കൂടി എളുപ്പമാണ്. ആൻഡ് there is one special lens called 8R. 8R. 8 mm is 8R. R stands for rectilinear, which means when you shoot on a wide screen, there is no distortion. ഇതൊരു 16 mm ലെൻസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഷ് ഐ എന്നുള്ള പ്രയോഗം എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8 mm ലെൻസ് 16 mm ലെൻസസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഫ്രെയിമിൻ്റെ എഡ്ജ് കുറച്ച് ഡിസ്ട്രോട്ടഡ് ആയിരിക്കും, കുറച്ച് ഇങ്ങനെ ഒരു കേവ് ആയിരിക്കും. ഇതിൻ്റെ 8R എന്ന് പറയുന്ന ലെൻസിന് ആ കേവ് ഉണ്ടാവില്ല, ഫിഷ് ഐ ഫീൽ ഉണ്ടാവില്ല, സ്ട്രെയിറ്റ് ആയിരിക്കും രണ്ട് എഡ്ജസും. ഈ അൾട്രാ പ്രൈം ലെൻസുകൾ എന്ന് പറയുന്നത്
ഈ അതിലെ മാക്സിമം ഈ തരത്തിലുള്ള അബറേഷൻസും അതിൻ്റെ കളർ സംബന്ധമായിട്ടുള്ള ആകപ്പിഴകളും മാക്സിമം മാറ്റിയെടുത്തിട്ടുള്ള ലെൻസുകളാണത്. പക്ഷെ അതിലും ഈ ലെൻസിൻ്റെ മറ്റൊരു പ്രത്യേക അംശം എന്ന് പറയുന്നത് അത് എത്രത്തോളം ലൈറ്റിനെ കടത്തിവിടാൻ പറ്റുമെന്നുള്ള അതിൻ്റെ അപ്പർച്ചറാണ്. അപ്പോൾ ആ അപ്പർച്ചറാണ്, ഈ അപ്പർച്ചറിൻ്റെ കൺട്രോളിലൂടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഐറിസ് എന്ന് പറയും സ്റ്റിൽ ക്യാമറയിൽ, ഈ അപ്പർച്ചറിൻ്റെ കൺട്രോളിലൂടെയാണ് നമുക്ക് അത് ചെറുതാക്കിക്കൊണ്ട് ലൈറ്റ് കടത്തിവിടുന്ന ഇത് കുറയ്ക്കാം, അല്ലെങ്കിൽ അത് വലുതാക്കിക്കൊണ്ട് ലൈറ്റ് കടത്തിവിടുന്നതിനെ നമുക്ക് കൂടുതൽ ഇതിൽ കൊണ്ടുവരാൻ പറ്റും, കൂടുതൽ ലൈറ്റ് കടത്തിവിടാൻ പറ്റും. ഈ പല ലെൻസിനും അതിൻ്റെ മാക്സിമം എത്രത്തോളം അതിനെ തുറക്കാം എന്നുള്ളതെങ്കിൽ, ഈ അപ്പർച്ചറിനെ തുറക്കാം എന്നുള്ളതിലൊരു പരിമിതിയുണ്ട്. അപ്പോൾ അത് ഇത്തരം പ്രൈം ലെൻസസുകളിൽ പലപ്പോഴും മാക്സിമം അപ്പർച്ചർ വരുന്നത് f2 അതായിരിക്കും, ആ ഒരു നമ്പറായിരിക്കും പലപ്പോഴും മാക്സിമം തുറക്കാൻ പറ്റുന്നത്. ഈ മാസ്റ്റർ ഈ അൾട്രാ പ്രൈം ലെൻസസുകൾ 1.9 ആണ് അതിൻ്റെ മാക്സിമം ഓപ്പണിങ്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത സാഗർ അലിയാസ് ജാക്കിയിൽ അൾട്രാ പ്രൈം ലെൻസസ് ആണ്. ഞാൻ ഷൂട്ട് ചെയ്ത 1-2-3 ഹിന്ദി ഫിലിംസ് അൾട്രാ പ്രൈം ലെൻസസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒരു വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ലെൻസസ് ആണ് അൾട്രാ പ്രൈം ലെൻസസ്. അതിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു കണ്ണുനീര് പോലെ കാണാവുന്ന ലെൻസസ് ആണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ അതൊരു ന്യൂ ജനറേഷൻ ലെൻസ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളായിട്ടുള്ള അതിൻ്റെ ഒരു ലെൻസ് ബ്രീത്തിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കുറവുള്ള ലെൻസസ് ആണ് അൾട്രാ പ്രൈം ലെൻസസ്. ഇപ്പോൾ നമ്മളൊരു അടുത്തുള്ള 4 അടി ദൂരത്തിൽ നിന്ന് ഒരു 100 അടി ദൂരത്തിലേക്കോ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലേക്കോ ഈ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു പാകപ്പിഴയാണ് അതിന് ബ്രീത്തിങ് എന്ന് പറയും. ഈ ഇമേജ് മുമ്പോട്ടും പുറകോട്ടും അല്പം മൂവ് ചെയ്യും, അപ്പോൾ അതിന് ബ്രീത്തിങ് എന്ന് പറയും. ഇത് 16 ആയിരുന്നു നമ്മൾ കണ്ടത്. ഇത് 24 mm ആണ്, ഇത് 32 ആണ്, ഇത് 50 ആണ്, ഇത് 85 ആണ്. ഈ നമ്പേഴ്സ് കൂടുന്തോറും ഫോക്കൽ ലെൻസ് കമ്മി ആയിക്കൊണ്ടിരിക്കും, കോമ്പാക്റ്റ് ആയിക്കൊണ്ടിരിക്കും വിഷ്വൽസ്. അൾട്രാ പ്രൈം ലെൻസസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ലെൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കളറും മാച്ച്ഡാണ്. അപ്പോൾ ഷോട്ട് നമുക്ക് കളർ വ്യത്യാസം വരില്ല. ഒരു ലെൻസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ലെൻസിൻ്റെ ചില അബറേഷൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചെറിയ മൈന്യൂട്ടായിട്ട് കളർ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അൾട്രാ പ്രൈം ലെൻസസ് അങ്ങനെ ഉള്ളതല്ല. ആ സെറ്റ് ഏത് ലെൻസ് എടുത്താലും യാതൊരു കളർ ഡിഫറൻസ് ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല അത് ഹൈ സ്പീഡ് ലെൻസസ് ആണ്. ഹൈ സ്പീഡ് ലെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ലൈറ്റ് അകത്തോട്ട് കടത്തിവിടുന്ന രീതിയിൽ വലിയ ഡയഫ്രം ഉള്ളത് 1.9 ആണ് അതിൻ്റെ ഡയഫ്രം. അപ്പോൾ ആ ഡയഫ്രത്തിൽ കൂടുതൽ ലൈറ്റ് കടത്തിവിടുന്നതുകൊണ്ട് നമുക്ക് വളരെ ലോ ലൈറ്റിലും അത് ഉപയോഗിക്കാൻ പറ്റും.